75,000-ൽ കുറയാത്ത വോട്ട് എനിക്ക് ലഭിക്കും. 35,000-ന് മുകളിൽ സ്വരാജ് കയറില്ല. 45,000-ന് മുകളിൽ ഷൗക്കത്തും എത്തില്ല. PV അൻവർ കലാശക്കൊട്ട് ഒഴിവാക്കിയത് പലതരത്തിൽ വ്യാഖ്യാനിക്കുന്നുവെന്ന് PV അൻവർ. യഥാർത്ഥ കലാശക്കൊട്ട് 19-ന്. അന്ന് പിണറായിസത്തിന്റെ ശവപ്പെട്ടിയിലെ അവസാന അണിയടിക്കും. പ്രവർത്തകർ ഇപ്പോൾ ഫീൽഡിലാണ്. സംസ്ഥാനത്ത് +1 ക്ലാസുകൾ നാളെ ആരംഭിക്കും. സംസ്ഥാനതല +1 പ്രവേശനോത്സവം രാവിലെ 9 മണിക്ക് തൈക്കാട് മോഡൽ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തെ സ്കൂൾ ഉച്ചഭക്ഷണം മെനു വിപുലപ്പെടുത്താൻ വിദ്യാഭ്യാസ വകുപ്പ്. ഇലകറി വർഗ്ഗങ്ങൾ കറികളായി ഉപയോഗിക്കുമ്പോൾ അവയിൽ പയർ അല്ലെങ്കിൽ പരിപ്പ് വർഗ്ഗമോ ചേർക്കണം. ആഴ്ചയിൽ ഒരു ദിവസം ഫോർട്ടിഫൈഡ് അരി വെച്ച് വിവിധയിനം ചോറിന്റെ വിഭവങ്ങൾ തയ്യാറാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി. ഇവയോടൊപ്പം എന്തെങ്കിലും വെജിറ്റബിൾ കറികൾ നൽകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. വിദഗ്ധ സമിതിയുടെ അഭിപ്രായത്തിൽ പച്ചക്കറിക്ക് ബദലായി മാസത്തിൽ 1-2 ദിവസങ്ങളിൽ മൈക്രോ ഗ്രീൻസ് മെനുവിൽ ഉൾപ്പെടുത്താവുന്നതാണ്. വിമാന ടിക്കറ്റ് എടുക്കാൻ ശ്രമിക്കുന്നവരെ നോട്ടമിട്ട് വേഗത്തിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത് നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് പണം തട്ടിയ യുവതി പിടിയിൽ. തൃശൂർ ചാവക്കാട് അരിമ്പൂർ തച്ചമ്പള്ളി തുപ്പേലി വീട്ടിൽ B അനീഷാണ് ചേർത്തല കുത്തിയതോടെ പോലീസിന്റെ പിടിയിലായത്. അഹമ്മദാബാദിലുണ്ടായ വിമാനാപകടത്തില് മരണപ്പെട്ട രഞ്ജിത ജി നായരെ അപമാനിച്ച് ഫേസ്ബുക്ക് പോസ്റ്റിട്ട വെള്ളരിക്കുണ്ട് ജൂനിയർ സൂപ്രണ്ട് A പവിത്രനെതിരെ കടുത്ത ശിക്ഷാ നടപടികൾ ആരംഭിക്കുവാന് ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് നിർദ്ദേശം നൽകി റവന്യൂ മന്ത്രി K രാജന്. വിമാന അപകടത്തില് അനുശോചിച്ച് മറ്റൊരാള് ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെയാണ് ഇയാള് രഞ്ജിതയെ അപമാനിക്കുന്ന വിധത്തില് കമന്റുകൾ രേഖപ്പെടുത്തിയത്. വിഷയം ശ്രദ്ധയിൽപ്പെട്ടിയുടനെ തന്നെ റവന്യൂ മന്ത്രി K രാജന് പവിത്രനെ സസ്പെൻഡ് ചെയ്യുവാൻ ഉത്തരവിടുകയായിരുന്നു. അന്വേഷണ വിധേയമായാണ് സസ്പെൻഡ് ചെയ്തിരുന്നത്. ന്യൂസ് ഡെസ്ക് ZPO ന്യൂസ്. ഇറാന്റെ ഔദ്യോഗിക ടെലിവിഷൻ ആസ്ഥാനത്ത് ഇസ്രയേൽ ആക്രമണം. തത്സമയ സംപ്രേഷണത്തിനിടെ മിസൈൽ ആക്രമണം ഉണ്ടായി. ആക്രമണത്തിന് ശേഷവും ഇറാന്റെ ഔദ്യോഗിക ചാനൽ സംപ്രേഷണം നിർത്തിയില്ല. ആക്രമണത്തിന് പിന്നാലെ ചാനൽ വീണ്ടും പ്രക്ഷേപണം പുനരാരംഭിച്ചു. ഇറാന്റെ ഔദ്യോഗിക ചാനലായ IRIB ചാനലിന് നേരെയാണ് ആക്രമണം നടന്നത്. ഇസ്രയേലുമായുള്ള സംഘർഷം തുടരുന്നതിനിടെ ഇറാനിലെ ഇന്ത്യന് വിദ്യാർത്ഥികളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിത്തുടങ്ങി. 148 കിലോമീറ്റർ അകലെയുള്ള കോം നഗരത്തിലേക്കാണ് മാറ്റുന്നത്. ഇവിടെ നിന്നും അർമേനിയൻ അതിർത്തി വഴി വിദ്യാർത്ഥികളെ മാറ്റാനാണ് നീക്കം. UDFന്റെ കുറച്ചു വോട്ട് PV അൻവറിന് പോയേക്കാമെന്ന് രമേശ് ചെന്നിത്തല. 9 വർഷം MLA ആയതുകൊണ്ട് അൻവര് കുറച്ചു വോട്ട് പിടിക്കും. അൻവര് കൂടുതലും പിടിക്കുക LDFന്റെ വോട്ട് ആയിരിക്കുമെന്നും രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. അന്തരിച്ച മുൻ DCC പ്രസിഡന്റ് VV പ്രകാശിന്റെ വീട് സന്ദർശിച്ച് LDF സ്ഥാനാർത്ഥി M സ്വരാജ്. അടുപ്പമുള്ളവരോട് വോട്ട് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് M സ്വരാജ് പറഞ്ഞു. സൗഹൃദ സന്ദർശനമെന്ന് സ്വരാജ് വ്യക്തമാക്കി. ഇസ്രയേലുമായുള്ള സംഘർഷത്തില് ഇറാന് വിജയിക്കാന് പോകുന്നില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇസ്രയേല് സംഘർഷം രൂക്ഷമാകുന്നതിനിടെയാണ് പ്രതികരണം. വളരെ വൈകുന്നതിന് മുൻപ് ചർച്ചകൾ പുനരാരംഭിക്കണമെന്നാണ് ട്രംപ് ആവശ്യപ്പെടുന്നത്. കാനഡയിൽ നടക്കുന്ന G7 ഉച്ചകോടിക്ക് മുന്നോടിയായാണ് ട്രംപിന്റെ പ്രതികരണം. തിരുവനന്തപുരം കരമനയിൽ ആത്മഹത്യ ചെയ്ത ദമ്പതികളുടെ കടമെഴുതി തള്ളാൻ തീരുമാനം. പ്രതിഷേധക്കാരും ബാങ്ക് അധികൃതരും നടത്തിയ ചർച്ചയിലാണ് തീരുമാനമുണ്ടായത്. ആത്മഹത്യയ്ക്ക് കാരണം ബാങ്ക് അധികൃതരെന്ന് ആരോപിച്ചാണ് VSDPയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. ഇടുക്കി പൊന്മുടി ഡാമിന്റെ ഷട്ടർ തുറന്നു. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഡാമിന്റെ ഒരു ഷട്ടറാണ് 20 സെന്റിമീറ്റർ വരെ ഉയർത്തിയത്. പന്നിയാർ പുഴയിലേക്കാണ് വെള്ളം തുറന്നുവിട്ടത്. പുഴയുടെ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. ന്യൂസ് ഡെസ്ക് ZPO ന്യൂസ്.